ഹായ് ഫ്രണ്ട്സ്, R4യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ത്യൻ ബെഞ്ച് മാർക്കുകൾ അതിന്റെ ഷോർട്ട് ടേം കറക്ഷൻ ഫേസിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ന് സംഭവം 26,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചു. അപ്പോൾ അതൊരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ബ്രോഡർ എക്കണോമിക് സ്ട്രക്ചർ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. എന്നാൽ അവിടെ വീക്ക്നെസ് ഉണ്ടാവാനുള്ള കാരണം FIAസിന്റെ ഔട്ട്ഫ്ലോസ് ആണ്. അതിനുള്ള കാരണം റൂപ്പി വീക്ക്നെസ്സുമാണ്. ഇപ്പം നമുക്കറിയാം, ഇന്നലെ FIAs ശക്തമായ സെല്ലിംഗ് നടത്തിയായിട്ട് കാണാം. ഓവറോൾ ഈ മാസം, അതായത് ഡിസംബർ മാസം പിറന്നതിന് ശേഷം 3 ട്രേഡിംഗ് ഡേയിൽ അവർ 3 ദിവസവും ശക്തമായ സെല്ലിംഗ് ആണ് നടത്തിയത്. അപ്പോൾ ഓവറോൾ ഇപ്പോൾ 8,000 കോടിയുടെ ഒരു സെല്ലിംഗ് ഈ 3 ദിവസം കൊണ്ട് അവർ നടത്തി കഴിഞ്ഞു. അപ്പോൾ റൂപ്പിയുടെ ഇന്നത്തെ റേറ്റ് നമ്മൾ പരിശോധിച്ചാൽ അത് ഒരു ഘട്ടത്തിൽ 90.56 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ റുപ്പിയുടെ ഒരു വീക്ക്നെസ് അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ HDFCയുടെ ഒരു റിപ്പോർട്ട് കാണാൻ കഴിയും. അതിലവർ പറയുന്നത് ഈ US ഇന്ത്യ ട്രേഡിൽ അത് എത്രമാത്രം നീണ്ടുപോകുന്നു അത്രമാത്രം റുപ്പിയുടെ വീക്ക്നെസ് തുടരുമെന്നാണ്. അപ്പോൾ അവർ പ്രവചിക്കുന്നത് അത് 92 റൂപ്പീസ് പെർ ഡോളർ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ട്രേഡ് ഡീൽ ഉണ്ടാവുകയാണെങ്കിൽ റുപ്പി സ്റ്റെബിലൈസ് ചെയ്യപ്പെടും, അത് 90-ൽ താഴേക്ക് വരും എന്നും അവർ പ്രവചിക്കുന്നു. അപ്പോൾ ആ US താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ട്രേഡ് ഡെഫിസിറ്റും അതുവഴി ഡോളർ ലഭ്യത കുറഞ്ഞതും ഒക്കെ മൊത്തത്തിൽ നമ്മുടെ മാർക്കറ്റിനെ നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മറികടക്കാനുള്ള ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് ഈ ഒരു ട്രേഡ് ഡീലാണ്. അപ്പോൾ ഇന്ന് ബെഞ്ച് മാർക്ക് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തതെങ്കിലും നമ്മൾ ബ്രോഡ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളേക്കാൾ കുറവാണ്. അപ്പോൾ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് ഇപ്പോഴും ഗ്രീഡിയാണ്. കാരണം 25,800 അല്ലെങ്കിൽ 25,700 എന്നുള്ള ആ ഒരു ലെവലിന് താഴെ നിഫ്റ്റി പോകാത്തിടത്തോളം കാലം ആ ഒരു ബുള്ളിഷ് സെന്റിമെന്റ്സ് അവിടെ നിലനിൽക്കും. അപ്പോൾ തീർച്ചയായിട്ടും നാളെ വരാൻ പോകുന്ന RBIയുടെ മോണിറ്ററി പോളിസി അനൗൺസ്മെന്റ് അത് വളരെ നിർണായകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് കൃത്യമായിട്ടുള്ള ഒരു സൂചന അത് നൽകുമെന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ, ഫൈനാൻഷ്യൽ സർവീസസ്, FMCG, IT, ഫാർമ, PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, റിയാലിറ്റി, ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടറുകളെല്ലാം ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. അവിടെ എടുത്തു പറയേണ്ടത് നിഫ്റ്റി ITയുടെ ജൈത്രയാത്രയാണ്. ഇന്നും 1% കൂടുതലുള്ള ഒരു റാലി അതിൽ നടന്നു. അപ്പോൾ ഈ റൂപ്പിയുടെ വീക്ക്നെസ്സിൽ ഏറ്റവും നേട്ടം കൊയ്യുന്ന ഒരു സെഗ്മെന്റ് ഇപ്പോൾ IT ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് നെഗറ്റീവിൽ പോയ 2 സെക്ടറുകൾ കാണുന്ന, ഒന്ന് മീഡിയയും മറ്റൊന്ന് മെറ്റലുമാണ്. ഇനി നമ്മൾ PSU ബാങ്കിന്റെ ആ ഒരു ഇൻഡെക്സ് പരിശോധിച്ചാൽ അവിടെ നമുക്ക് കഴിഞ്ഞ 3 ട്രേഡിംഗ് ഡേയിൽ ഏകദേശം 3% അത് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം ഏകദേശം 4.29% ഒരു റാലി നടന്ന ഒരു സെഗ്മെന്റ് ആയിരുന്നു നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ്. ആ ബാങ്ക് ഇൻഡെക്സിലുള്ള 12 സ്റ്റോക്കുകളും നല്ല നേട്ടമാണ് കഴിഞ്ഞ ഒരു മാസം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കാണുന്നത് ആ ഒരു മാസത്തെ നേട്ടം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന രീതിയിൽ ഏകദേശം പല സ്റ്റോക്കുകളും 4 മുതൽ 6% വരെ താഴോട്ടേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് നാഷണൽ ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളിൽ ശക്തമായ ഇടിവ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നേരിട്ടതായിട്ട് കാണാം. അപ്പോൾ ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് PSU ബാങ്കിനെ നയിച്ചിട്ടുള്ളത് മാർക്കറ്റിൽ ഉടനീളം പ്രചരിച്ച PSU ബാങ്കുകളിലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുവാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തു എന്നുള്ള റൂമറുകളാണ്. യഥാർത്ഥത്തിൽ അതൊരു ഒഫീഷ്യൽ ന്യൂസ് ആയിരുന്നില്ല. എന്നാൽ പല മിനിസ്റ്റേഴ്സും പല ഗവൺമെന്റ് ഒഫീഷ്യൽസും അവരുടെ പത്രസമ്മേളനങ്ങളിലും മറ്റ് മീഡിയ എൻകൗണ്ടറിലുമൊക്കെ ഈ കാര്യത്തെ പോസിറ്റീവായി എൻഡോസ് ചെയ്തതാണ് മാർക്കറ്റ് അതിനെ പോസിറ്റീവായി എടുത്തത്. എന്നാൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞിട്ടുള്ളത് FDI, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് PSU ബാങ്കുകളിൽ കൂട്ടാനുള്ള യാതൊരു നീക്കവും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നിലവിലുള്ള 20% എന്നുള്ള ഒരു ക്യാപ്പിലേക്ക് നിലനിർത്താൻ തന്നെയാണ് ഗവൺമെന്റിന്റെ തീരുമാനമെന്നാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫൈനാൻസ് പങ്കജ് ചൗധരി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് 20% ഒരു PSU ബാങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അനുവദിക്കുക. എന്നാൽ പ്രൈവറ്റ് സെക്ടറിൽ 74% വരെ അനുവദിക്കും. അതിൽ തന്നെ പ്രൈവറ്റ് ബാങ്കിൽ 49% അവർക്ക് ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ അതിൽ കൂടുതലുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ RBIയുടെ അപ്രൂവൽ ആവശ്യമാണ്. അപ്പോൾ പാർലമെന്റിൽ വെച്ചിട്ടുള്ള ഒരു കണക്കനുസരിച്ച് മാർച്ച് 2020 മുതൽ മാർച്ച് 2025 വരെയുള്ള പല PSU ബാങ്കുകളിലെയും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞതായിട്ട് കാണാം. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 11.07% ഫോറിൻ ഹോൾഡിംഗ് ആണ് നിലവിലുള്ളത്. അതുപോലെ ബാങ്ക് ഓഫ് ബറോഡയിൽ 9.43% ഹോൾഡിംഗ് ആണുള്ളത്. അതുപോലെ കനറ ബാങ്കിൽ 10.54% ഹോൾഡിംഗ് ആണുള്ളത്. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കിലും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഇന്ത്യൻ ബാങ്കിലും അതുപോലെ ബാങ്ക് ഓഫ് ഇന്ത്യയിലുമൊക്കെ സ്റ്റഡി ആയിട്ടുള്ള ഇൻക്രീസ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് 2020
2020 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും വളരെ ലോ ഹോൾഡിംഗ് ഉള്ള PSU ബാങ്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് ഹിന്ദ് ബാങ്ക്, അതുപോലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക്, ഇവിടെയൊക്കെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 2% താഴെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗവൺമെന്റ് ഇതിനു മുമ്പ് തന്നെ അനുവദിച്ചിട്ടുള്ള 20% എന്നുള്ള ആ ഒരു ത്രഷോൾഡ് വരെ ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് 49% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും എന്നുള്ള റൂമറുകൾ മാർക്കറ്റിൽ പ്രചരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു ക്ലാരിഫിക്കേഷൻ വന്നതോടുകൂടി PSU ബാങ്കുകളിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു കറക്ഷൻ ഉണ്ടായി. അവിടെ ഒരു മാസം ഉണ്ടാക്കിയ നേട്ടങ്ങൾ മുഴുവൻ ഇല്ലാതാകുന്ന രീതിയിലുള്ള സെൽ ഓഫ് ആണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ നുവാമ, അതുപോലെ ജെഫ്രി പോലെയുള്ള ഇന്റർനാഷണൽ ബ്രോക്കറേജുകൾ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ട്, പ്രത്യേകിച്ച് ഓട്ടോ സെഗ്മെന്റിൽ നമുക്ക് കാണാൻ കഴിയും. അതിലവർ പറയുന്നത് ഈ GST കട്ടും അതുപോലെ റൂറൽ ഡിമാൻഡും വർദ്ധിച്ചത് FY26 ഏറ്റവും സ്ട്രോങ് ആയിട്ട് വളരാൻ പോകുന്ന ഒരു സെക്ടർ ഓട്ടോ സെക്ടർ ആയിരിക്കും എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് കാണുന്നത്. അപ്പോൾ ഗ്ലോബലായിട്ട് ഓട്ടോമൊബൈൽ സെഗ്മെന്റിൽ ഒരു സ്ലോ ട്രെൻഡ് ആണെങ്കിലും അതിനെതിരെയാണ് ഇന്ത്യയിൽ ഈ ഓട്ടോ സെഗ്മെന്റിൽ ഒരു മൊമെന്റം കാണുന്നത്. ഇപ്പോൾ നുവാമയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം മഹീന്ദ്രയും അതുപോലെ എസ്കോട്ട്സ് കുബോട്ടയും, ഈ 2 സ്റ്റോക്കുകൾ ഈ ട്രാക്ടർ മേഖലയിൽ അവർ ശക്തമായ മുന്നേറ്റമാണ് നടത്തുന്നത്. 10 to 12% ഒരു ഗ്രോത്താണ് FY26 ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ റൂറൽ സെന്റിമെന്റ്സ് വർദ്ധിച്ചതും ടാക്സ് റിഫോംസും അതേപോലെ തന്നെ മൺസൂൺ ഫേവറബിൾ ആയിട്ട് വന്നതും, അതും ഈ ഒരു പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഈ ഒരു പ്രധാനപ്പെട്ട വെഹിക്കിളിന്റെ, അതായത് ട്രാക്ടറുകളുടെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെയുള്ള വലിയ ഗ്ലോബൽ ട്രാക്ടർ മേഖലയിൽ വളരെ വീക്കായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുമ്പോഴാണ് ഇന്ത്യയിലെ ഈ ട്രാക്ടർ മേഖലയിൽ നല്ലൊരു മുന്നേറ്റം കാണുന്നത്. ഇതുകൂടാതെ ജെഫ്രീസിന്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്, ഇപ്പോൾ ഇന്ത്യയിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ 32% സ്പെൻഡ് ചെയ്തു എന്നാണ് ജെഫ്രീസ് പറയുന്നത്. പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെൻഡിങ് നടത്തിയിട്ടുള്ളത്. ഒക്ടോബർ മാസത്തിൽ ആ സ്പെൻഡിങ് വളരെയധികം കുറഞ്ഞിരുന്നെങ്കിലും ഓവറോൾ നോക്കുമ്പോൾ 32% സ്പെൻഡിങ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള ഗവൺമെന്റ് സ്പെൻഡിങ് ശക്തമായിട്ട് വർദ്ധിക്കുമ്പോൾ ഈ കമേഴ്ഷ്യൽ വെഹിക്കിളുകളുടെ ഉപയോഗം വളരെയധികം വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് ഒക്കെ അവരുടെ കമേഴ്ഷ്യൽ വെഹിക്കിൾ വോളിയം ഡബിൾ ഡിജിറ്റിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നിലവിൽ മൺസൂൺ കാരണം സ്ലോ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. അപ്പം മൺസൂൺ അവസാനിക്കുമ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് അനുകൂല സാഹചര്യം ഉണ്ടാവുകയും ശക്തമായ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റുകൾക്കും കമേഴ്ഷ്യൽ വെഹിക്കിളുകൾക്കും ശക്തമായ ഡിമാൻഡ് ഉണ്ടാവുമെന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. ഇത്തരം വെഹിക്കിൾ മാനുഫാക്ചറർ മാത്രമല്ല, ഈ കമ്പോണൻസുകൾ നിർമ്മിക്കുന്ന കമ്പനികൾക്കും ഇത് പോസിറ്റീവായിട്ട് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഭാരത് ഫോർജ്, സാമിൽ പോലെയുള്ള പല കമ്പനികളും അവരുടെ ഈ വെഹിക്കിൾ കമ്പോണൻസ് നിർമ്മാണ മേഖലയിൽ വമ്പിച്ച ഗ്രോത്തിന്റെ സാധ്യതയാണ് FY26 പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ജെഫ്രീസിന്റെയും നൊവാമയുടെയും 2 റിപ്പോർട്ടുകൾ ചേർത്ത് വായിക്കുമ്പോൾ മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രാക്ടർ മേഖലയിലും 2 വീലർ മേഖലയിലും അതുപോലെ തന്നെ കമേഴ്ഷ്യൽ വെഹിക്കിൾ, പാസഞ്ചർ വെഹിക്കിൾ മേഖലയിലുമെല്ലാം ഗ്ലോബൽ ട്രെൻഡ് വീക്കാണെങ്കിലും ഇന്ത്യയിലെ അതിൻ്റെ ട്രെൻഡ് ഗ്ലോബൽ ട്രെൻഡിനെതിരെയായിട്ട് നല്ല മൊമെൻറ്റത്തിലാണ് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ FY26 ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു സെക്ടർ ഓട്ടോ സെക്ടറുമായി ആയിരിക്കുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇനി നമ്മൾ കോർപ്പറേറ്റ് ആക്ഷൻ നടക്കുന്ന ഒരു സ്റ്റോക്കിലേക്ക് പോവുകയാണെങ്കിൽ ബെസ്റ്റ് അഗ്രോ ലൈഫ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ ഇന്ന് നല്ലൊരു മൂവ് നടന്നതായിട്ട് കാണാം. അപ്പോൾ അതിൽ നല്ലൊരു ബൈങ് ഇൻട്രസ്റ്റ് ഉണ്ടായതായിട്ടും കാണാം. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ആ കമ്പനി ബോണസും സ്റ്റോക്ക് സ്പ്ലിറ്റും അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 400 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഈ സ്റ്റോക്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടക്കുന്നത് ഒരു ഷെയർ ഉള്ളവർക്ക് 10 ഷെയറുകളായിട്ടുള്ള ഒരു ഷെയർ സ്പ്ലിറ്റ് ആണ് നടക്കുക. ഇത് കൂടാതെ 1:2 എന്ന അടിസ്ഥാനത്തിൽ 2 ഷെയർ ഉള്ളവർക്ക് ഒരു ഷെയർ ബോണസ് ആയിട്ട് നൽകാൻ തീരുമാനമുണ്ട്. അപ്പോൾ ഇത് ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ ലഭിച്ച ശേഷമായിരിക്കും ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഒക്കെ വരിക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൂവാണ് ഈ സ്റ്റോക്കിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ അത് 200 മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്തുകൊണ്ട് അതിൻ്റെ മേലെ ടെക്നിക്കലായിട്ട് ഒരു ബുള്ളിഷ് ലെവലിൽ നിൽക്കുന്നതായിട്ടും കാണാം. ഇപ്പോൾ ഈ ബെസ്റ്റ് അഗ്രോ ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് അഗ്രോ കെമിക്കൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ടോപ്പ് 15 അഗ്രോ കെമിക്കൽ മാനുഫാക്ചറിങ് കമ്പനികളിൽ ഒന്നാണിത്. ഇപ്പോൾ 70ഓളം ഫോർമുലേഷൻസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു കമ്പനിയിൽ ഇൻസെക്ടിസൈഡ്സ്, ഹെർബിസൈഡ്സ്, ഫംഗിസൈഡ്സ്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് പോലെയുള്ള അഗ്രികൾച്ചർ മേഖലയിലുള്ള പല കെമിക്കൽസുമാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പല മൾട്ടിനാഷണൽ കമ്പനികളും ബ്ലൂ ചിപ്പ് കോർപ്പറേറ്റുകളും ഇന്ത്യയിലും അബ്രോഡും ഇവരുടെ ക്ലയൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ സ്റ്റോക്ക് 936 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മൈക്രോ ക്യാപ് സെഗ്മെന്റിലുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 396 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. 670 വരെ അതിൻ്റെ ഹൈ പോയിരുന്നു. എന്നാൽ ഇപ്പോൾ 41% അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഡൗൺ ആയിട്ടാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിലെ ഇതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റും നോക്കുകയാണെങ്കിൽ വമ്പിച്ച
ഡിക്ലൈൻ ആണ് കാണാൻ കഴിയുക. 30% ഇയർ ഓൺ ഇയർ സെയിൽസ് ഡിപ്പും അതുപോലെ 58% പ്രോഫിറ്റ് ഡിപ്പും ഇയർ ഓൺ ഇയറിൽ കാണാൻ കഴിയും. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ അത് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് കാണാം. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 35% വർധനവും പ്രോഫിറ്റിൽ 95% വർധനവും ഉണ്ടായിട്ട് കാണാം. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ സ്റ്റോക്കിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടായത്. കാരണം ഇതിൻ്റെ 3 ഇയർ മീഡിയൻ PE 12.3 മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ PE 73 എന്ന ലെവലാണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് PEയേക്കാൾ എത്ര ഉയരത്തിൽ അത് എത്തിയത് അടുത്ത് വന്നിട്ടുള്ള ഒരു ഡിമാൻഡ് കാരണമാണ്. അതുപോലെ ഇൻഡസ്ട്രി PE 29 എന്ന ലെവലിലാണ്. അപ്പോൾ ഇൻഡസ്ട്രി PEയേക്കാൾ 2 മടങ്ങ് ഉയരത്തിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്കലി ഇപ്പോൾ അട്രാക്റ്റീവായിട്ട് തോന്നുമെങ്കിലും ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലുള്ള അവസ്ഥയിൽ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നതിൽ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ ഇല്ലാത്ത രീതിയിലാണ് കാണാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സ്പ്ലിറ്റും ബോണസും ഒക്കെ ഇഷ്യൂ ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിൻ്റെ പ്രകടനം നോക്കിക്കൊണ്ട് ആ സമയത്തുള്ള ക്വാർട്ടർ റിസൾട്ടുകളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് മാത്രം ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് അനുയോജ്യമാകുക എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.